സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പൈസയ്ക്ക് പിന്നാലെ പായുന്ന ആൾക്കാരുടെ അവസ്ഥ കുറെ കഴിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഭൂരിഭാഗം പേരും അവസാനം ലക്ഷ്യത്തിൽ എത്തിപ്പെടാതെ നിരാശപ്പെട്ടു പോവുകയാണ് പതിവ്. എന്ന് വെച്ചാൽ എന്റെ വയസ്സിന്റെ നല്ലൊരു ശതമാനം സമയം ഞാൻ ജോലി ചെയ്തു അല്ലെ ബിസിനസ് ചെയ്തു, എനിക്ക് അതിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഇവരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു, അതായത് പൈസ നേടാൻ വേണ്ടിയായിരുന്നു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ പൈസ ഒരിക്കലും ഒരു പിടിതരാത്ത ഒരു സാധനമാണ് ധനം എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് അത് കൂടുതൽ നമ്മളെ വിട്ട് പൊക്കൊണ്ടിരിക്കും, അകന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മളിലേക്ക് ധനത്തിനെ ആകർഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അത് പല രീതിയിൽ പറയുന്നുണ്ട്. ധന ആകർഷണ സൂത്രം, യന്ത്രം, അതേപോലെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, ധനത്തിനെ ആകർഷിക്കാനുള്ള പല വിദ്യകളൊക്കെ പറയുന്നുണ്ട്, മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും അല്ല വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതായിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു എംപ്ലോയി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മളിലേക്ക് ആവശ്യക്കാർ വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായാൽ മതി. പൈസ നമ്മളെ ഫോളോ ചെയ്തു വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാൾ, അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. 30 വർഷത്തോളം അദ്ദേഹം സ്വന്തം ടാക്സി ഓടിച്ച് ഇങ്ങനെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ഏജൻസിയിൽ, ഒരു ടാക്സി ഏജൻസിയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടാക്സി ഡ്രൈവർക്ക് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം തന്നെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹം കൊടുക്കുന്ന സർവീസ് എങ്ങനെ ബെറ്റർ ആക്കാവുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു. നമ്മളൊരു ടാക്സി വിളിച്ച് നമ്മളൊരു എയർപോർട്ടിലേക്ക് പോകുകയാണെന്നിരിക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ക്ലയന്റിന് പരമാവധി സൗകര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ പ്രായമുള്ളവരാണെങ്കിൽ അതിന് സഹായിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് ലഗേജുകളെല്ലാം ട്രോളി തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹം അതിൽ വെച്ച് എയർപോർട്ടിന്റെ വാതിക്കൽ വരെ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഏതൊരാളും ഈ ഡ്രൈവറെ തന്നെ എപ്പോഴും വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ അയാൾ കൂടുതൽ ഡിമാൻഡുള്ള ആളായി മാറി. അപ്പോൾ കൂടുതൽ ടിപ്പുകൾ കിട്ടാൻ തുടങ്ങി, കൂടുതൽ ഓട്ടം കിട്ടാൻ തുടങ്ങി. ഈ മനുഷ്യൻ നേരത്തെ അഹോരാത്രം പണിയെടുത്ത് 24 മണിക്കൂറിൽ 10-18 മണിക്കൂറുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സർവീസ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പൈസ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു സാധു മനുഷ്യനാണ്. അതിനുശേഷം അദ്ദേഹം വളർന്നു കഴിഞ്ഞപ്പോൾ ആരോ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാറ്റം വന്നതെന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലുണ്ടായ ട്രാൻസ്ഫോർമേഷന്റെ കഥ അദ്ദേഹം പറഞ്ഞതാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്ന് വെച്ചാൽ അദ്ദേഹം മണിയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ധനത്തിനെ അദ്ദേഹം ആകർഷിക്കാൻ പരിശീലിച്ചപ്പോൾ, അതായത് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്ന സർവീസ് ബെറ്റർ ആക്കുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹം നേടിയെടുത്തപ്പോൾ ധനം അദ്ദേഹത്തിന് തേടി വന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഓരോരുത്തർക്കും ഇത് നമുക്ക് സാധ്യമാണ്, പോസിബിൾ ആണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു എംപ്ലോയി ആയിക്കോട്ടെ, സ്വയം സംരംഭനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സർവീസിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സേവനത്തിന് വളരെ കൃത്യമായ വാല്യൂ കൊടുക്കാനും നമുക്ക് കിട്ടുന്ന പൈസയിൽ കൂടുതൽ വാല്യൂ പൈസ തരുന്ന ആളിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, സമ്പത്ത് നമ്മളെ തേടി വരും. താങ്ക് യു.